ഇമിഗ്രേഷൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഏകദേശം 1.25 മണിക്കൂർ അല്ലേ എടുത്തു. കേരളത്തിൽ നിന്ന് ഏതാനും നിമിഷങ്ങൾക്കകം ലൈഫ് സ്റ്റൈൽ തന്നെ മാറാൻ പോവാണ്. ജീവിതം തന്നെ മാറി മറിഞ്ഞു. അപ്പോൾ നമ്മളിതാ സായിദ് ഇന്റർനാഷണൽ എയർപോർട്ട് അബുദാബിയിൽ എത്തിയിരിക്കുകയാണ്. വെള്ളം 450 രൂപയാണ്. അബുദാബി എയർപോർട്ടിൽ റൂം എടുത്ത്, അതാണ് വലിയ കാര്യം. ഹായ്, നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോവാണ് കേരളത്തിൽ നിന്ന് അങ്ങ് ഇന്ത്യയിൽ നിന്ന് അങ്ങ് അകലെ കാനഡയിലേക്ക് പോവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എയർപോർട്ട് വരെ എത്തിയതാണ്. തിരിച്ചു വരേണ്ടി വന്നു. നമ്മുടെ അബുദാബിയിലെ വെതറിന്റെ പ്രോബ്ലം കൊണ്ട് തിരിച്ചു വരേണ്ടി വന്നു. ഇന്നിപ്പോ ഫാമിലി ആരുമില്ല. മീനുവിന്റെ അച്ഛനും നമ്മുടെ വിഘ്നേഷും മാത്രമേ ഉള്ളൂ നമ്മളെ കൊണ്ടാക്കാൻ. അവരെല്ലാം ഇന്നലെ കല്യാണത്തിന് ഗുരുവായൂരിലാണ് ഇപ്പോ. അപ്പോൾ നമുക്കിപ്പോ ഇന്നിപ്പോ വിഷമം ഉണ്ടെങ്കിൽ പോലും അത്ര വലുതായിട്ടില്ല. കാര്യം ഇവരാരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമില്ല. എനിവേ നമ്മൾ ഇന്നിപ്പോ നേരെ പോകുന്നത് അബുദാബിയിലേക്കാണ്. ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നാണ് അബുദാബിയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 20 അവർ ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നാളെ രാവിലെ മാത്രമേ നമ്മൾ കാനഡയിലേക്ക് ടൊറന്റോയിലേക്ക് തിരിക്കുള്ളൂ. എനിവേ ഇന്നത്തെ വിശേഷം നമ്മുടെ അബുദാബി എയർപോർട്ടിലൊക്കെയുള്ള വിശേഷങ്ങളൊക്കെയാണ്. എനിവേ നമുക്ക് കാണാം. അപ്പോൾ വിഘ്നേഷ് ആണ് നമുക്ക് ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ വിഘ്നേഷിനെ കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ വിഘ്നേഷ്, അപ്പോ നമ്മൾ തിരിക്കുകയാണ്. അപ്പോ ഇനി വലിയ വലിയ സർപ്രൈസുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എന്റെ ബുള്ളറ്റ് ഞാൻ വിഘ്നേഷിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് വിഘ്നേഷ് പറയുന്നത് കൊടുക്കണ്ടാന്ന്. അപ്പൊ എന്താന്നുള്ളത് നമുക്ക് വീട്ടിൽ വെച്ചിരിക്കാം. അതെ, നമുക്ക് എന്താന്ന് വെച്ച് നോക്കാം. എനിവേ ഇതപ്പോ ഞാനിപ്പോ എന്റെ സ്വന്തം ഇന്നോവ കാറിലാണ് പോകുന്നത്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ കാർ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ചിലപ്പോ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ എനിവേ എന്തായാലും കാണാം. കാറിനെ വിട്ട് പോവുകയാണ്. ശരി ബാബുലി, കാണാം. ഓക്കെ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ വന്നു. സമയം 7:30 10 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ആദ്യം ചെക്ക് ഇൻ ചെയ്യണം. എത്തിഹാദാണ്. ഗുഡ് മോർണിംഗ്. എവിടെ? Where are we going? Where are we going? Canada. Oh, Canada. No. First we are going to Abu Dhabi. അങ്ങനെ ആശ്വാസമായല്ലേ പകുതി. കഥകളി, ഇത് കഥകളി. കഥകളിയുടെ സ്റ്റാച്ചു ആണ്. അങ്ങനെ നമ്മളുടെ ചെക്കിനൊക്കെ കംപ്ലീറ്റ് ആയി. എന്താ പറയാന്, ഭയങ്കര ടെൻഷനായിരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇത്രയും ലഗേജൊക്കെ ആയിട്ട് വന്നപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ടെൻഷൻ ഇല്ലാതെ നമ്മളെ ഹെൽപ്പ് ചെയ്തു എത്തിഹാദിൻ്റെ സ്റ്റാഫ് ഹൻഷിക. അടിപൊളി ആനയല്ലേ? അതെ. അപ്പോൾ എനിവേ ചെക്കിങ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഇമിഗ്രേഷനിലേക്ക് പോവുകയാണേ. ഇമിഗ്രേഷൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഏകദേശം 1.25 മണിക്കൂർ അല്ലേ എടുത്തു. ഡിലേ ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോകമാണ്. ഫ്ലൈറ്റൊന്നും അല്ല, വീട്ടിൽ പോകാൻ പറയും. അപ്പോൾ ഇനി എന്തായാലും സംഭവം സെറ്റാണ്. ലാസ്റ്റ് സമയത്ത് ചാർജർ എവിടെ വെച്ചെന്ന് ഒരു പിടിയില്ല. അപ്പോൾ ചാർജ് ഇല്ല. ഇനിയിപ്പോൾ നാളെ വരെ ശശിയായി പോവോ എന്നൊക്കെ വിചാരിച്ചു. എനിവേ നമ്മളിതാവാ നമ്മുടെ സീനിലേക്ക് എത്തിയിട്ടുണ്ട്. ബോർഡിംഗ് ആണ്. ഗേറ്റ് നമ്പർ 4 2255 2255. ലാലേട്ടനെ വിളിക്കാം കേട്ടാ.
കംപ്ലീറ്റ് ആയി. ഗേറ്റ് നമ്പർ കണ്ടു. ഗേറ്റ് നമ്പർ എയർലൈൻ എത്തിഹാദിലേക്ക് പോവാണ്. ഹായ്. എല്ലാരും ഓൺലൈനിൽ വന്നിരിക്കുകയാണേ. അയ്യോ വാമി, ഇത് ഏത് സുന്ദരി, ഏത് സുന്ദരി, ഏത് സുന്ദരി? ചോറ് കഴിച്ചാ? ചോറ് കഴിച്ചാ വാമി? ചോറ് കഴിച്ചാ? അവര് ഗുരുവായൂർ പൊളിച്ചോണ്ടിരിക്കുകയാണ്. വാമിക്ക് ഇന്ന് ചോറ് കൊടുപ്പൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൂടി അവര് എൻജോയ് ചെയ്യാം. അത് കൂടെ കിടക്കുന്നവര് കേരളത്തിൽ നിന്ന് ഏതാനും നിമിഷങ്ങൾക്കകം ലൈഫ് സ്റ്റൈൽ തന്നെ മാറാൻ പോവാണ്. ജീവിതം തന്നെ മാറി മറിയുന്നു. അതെ അതെ, ജീവിതം തന്നെ മാറി മറിയാൻ നല്ലത് ആവും. എന്തായാലും ഇത്രയും വർഷം നിന്നതിൽ നിന്ന് ഒരു എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഒരു ഏന്ന് തുടങ്ങാൻ പോകണം. അപ്പൊ എല്ലാം ഫുൾ ബ്ലാങ്ക് ആണ്, ഒന്നും അറിയില്ല. പിന്നെ എല്ലാം നോക്കണം. പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ മാത്രമല്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഇനി എന്തായാലും അബുദാബിയിൽ വെച്ച് കാണാം. ഓക്കെ, വലിയ എയർപോർട്ടാണ്. ഫുഡുണ്ടടാ ഇവിടെ. ഇഡലി മതിയാ? ബർഗർ എന്ന് വിളിച്ചോണ്ടിരുന്ന ആളിപ്പോ ഇഡലി എന്ന് വിളിക്കാൻ തുടങ്ങിയത് വിശപ്പത്തേക്ക്. അമ്മ വിശക്കണെന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ടാണ്. ആദ്യമല്ലേ, റയർ. പനീർ വെജ് മീലും ഉണ്ട്. അപ്പൊ നമ്മള് ഫിഷ് കറി മീലാണ് എടുത്തത്. അതെ, പുഡിംഗ് ആണെന്ന് തോന്നുന്നു. യെസ്, ഞാൻ വിചാരിച്ചു ഇത് മിൽക്ക് പൗഡർ ആയിരിക്കും. അല്ലാതെ മിൽക്കാണ്. മിൽക്ക്. അല്ല, ഇവരുടെ തേയിലപ്പൊടിയുടെ ഫ്ലേവർ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ഇതാണ് പനീർ. അത് ഫിഷാണ്. ഇത് ഫിഷാണ്. ഫിഷാണ്. ഫിഷ് മീൽ. കേരള ഫിഷ് മീൽ എന്നാണ് പറഞ്ഞത്. നല്ല ചൂട്. സാലഡ്. എന്തൊക്കെയാണ് ഉള്ളത്? ഫിഷ് മീലുണ്ട്, പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ട്, പിന്നെ മാംഗോ ജ്യൂസ്, പിന്നെ എന്താണ്, പിന്നെ ബന്ന് പോലെ ഒരു സാധനം അല്ലേ, ബട്ടർ. അമ്മു ഇഡലി കഴിക്കുന്നു. പനീറും രാജ്മ കറി. അടിപൊളി. നമ്മുടെ കടലയും ബീട്രൂട്ടും ആണ്. സാലഡാണ്. ക്രീം കൂടെ ചേർത്ത് അല്ലേ, ഇച്ചിരി ക്രീം.
അങ്ങനെ കഴിക്കാൻ പറ്റും. ഇതേ അറിയാം. And you like it? പൊടി എന്ത് നോട്ട് നൈസ്. എന്ത് ഫ്ലേവറാ? എന്താ സംഭവം? ഇതൊക്കെ കിട്ടുള്ളൂ. ഇതെങ്കേടാ ഇത്? ഇതെവിടെയാണ് എയർപോർട്ട്? എവിടെ? ഇത് അബുദാബി എയർപോർട്ടാണ്. അപ്പോൾ നമ്മളിതാ സായിദ് ഇന്റർനാഷണൽ എയർപോർട്ട് അബുദാബിയിൽ എത്തിയിരിക്കുകയാണ്. നല്ല ഫ്ലൈ ആയിരുന്നു. എന്താ പറയാനാ, ലാസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം മാത്രം തന്നില്ല, അതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ. യെസ്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ നമുക്ക് നാളെയാണ് ഫ്ലൈ ഉള്ളത്. അപ്പോൾ ഇനി ഇവിടെ റൂം എടുക്കണോ ലോഞ്ചിലിരിക്കണോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യണം. സമയം 1:30 മണി അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. നാട്ടിൽ ഏകദേശം 3:30 മണി കഴിഞ്ഞു. 3:15. എന്തായാലും സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വരാനുള്ള ഒരു ഭാഗ്യം കിട്ടി. വലിയ എയർപോർട്ടാണ്. ഇപ്പോഴും പണി കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ, കുറച്ച് നാളായിട്ടേ ഉള്ളൂ. ഇന്ന് എന്തായാലും നമ്മൾ അബുദാബി നമ്മുടെ സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിലുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ കുറേ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇന്ന് ഫുള്ളും ഇവിടെ ആയിരിക്കും. നാളെ രാവിലെ 9 മണിക്കാണ് നമുക്ക് അടുത്ത ഫ്ലൈറ്റ് ഉള്ളത് ടൊറന്റോയിലേക്ക്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ എന്തായാലും കാണാം. ഇത് കണ്ടിട്ട്, ഈ എയർപോർട്ട് കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്ക് ഷോപ്പിംഗ് മോൾ പോലെ തോന്നുന്നു. ഇതാ ഒരു ചേച്ചി ഇതാ കൊണ്ട് തന്നു. പെർഫ്യൂമിന് 10% ഓഫ് ഉണ്ട്, ഷോപ്പിലോട്ട് വരുമല്ലോ. അബുദാബി ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. എന്തെങ്കിലും വാങ്ങിക്കാണ്ടോ? എനിക്ക് അവിടെ ടൊറന്റോ അമ്മായിക്ക് കൊടുക്കാൻ ഒരു 2 ബോട്ടിൽ വാങ്ങിക്കണമായിരുന്നു. ഇതൊക്കെ തൊട്ട പ്രശ്നമാണ്. ഇത് ട്രിവാൻഡ്രോ അല്ലെങ്കിൽ കേരളോ അല്ല കേട്ടോ. ഓ, നീ ടേസ്റ്റ് ചെയ്ത് നോക്കിയാ? പിന്നെ ഇപ്പം എങ്ങനെ മനസ്സിലായി? അങ്ങനെ നമ്മൾ ലോഞ്ചിൽ ഹോട്ടലുമായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ അബുദാബി ഹോട്ടലുണ്ട്. അപ്പോൾ ഏകദേശം 22,000 രൂപയോളം 24 മണിക്കൂറിന് ചിലവാകും. അപ്പോൾ ലോഞ്ചിൽ നമുക്ക് അത്രയും സമയം ഇരിക്കാനും പറ്റില്ല. അപ്പോൾ എന്ത് വേണമെന്ന് ആലോചിക്കുകയാണ്. ഇനി എന്തായാലും ഹോട്ടൽ എടുക്കുക എന്നുള്ളത് ഉറപ്പാണ്. എടുത്താലേ പറ്റുള്ളൂ, വേറെ വഴി. കാര്യം അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് നാളെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഹോട്ടൽ എടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ 12 hours-ഉം 24 hours-ഉം ഉണ്ട്. അപ്പോൾ നമ്മൾ 12 hours-ൻ്റെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ആദ്യം ലോഞ്ചിൽ പോയി നോക്കുക, നമ്മുടെ കാർഡൊക്കെ അക്സസ് ആകുമെന്നുള്ളത് നോക്കിയിട്ട് ഒരു 4 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഹോട്ടലിലോട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തേക്കുവാണ്.
നമ്മുടെ ലോഞ്ചിൽ വന്നു. ലോഞ്ചിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊരു 1000 കാർഡുണ്ട്. ഒരു കാർഡ് പോലും അക്സസ് ചെയ്തില്ല. ആ ഒരു സന്തോഷത്തിൽ നമ്മൾ വീണ്ടും ഹോട്ടലിലേക്ക് തിരിയാൻ പോവുകയാണ്. കാര്യം നല്ല ടയേർഡാണ്. അപ്പോൾ എന്തായാലും റൂം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലോഞ്ചിലും കയറാൻ പറ്റിയില്ല. ഹോട്ടൽ റൂമിലും ഇപ്പോൾ കാണത്തില്ല. നമ്മൾ എടുത്തില്ല, റൂം എടുത്തില്ല. ജസ്റ്റ് ഇവിടെ എല്ലാം ഒന്ന് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മൂന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തിലെ ഒരു ഫുഡ് കോർണറാണ്, അവിടെ വന്നു. ഫുഡ് കോർണറിൽ വന്നു. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. കുറേ നോക്കി എടുത്തിട്ടാണ്. കാര്യം നമ്മുടെ നാട്ടിലെ റേറ്റ് ഇതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു കുപ്പി വെള്ളം 450 രൂപയാണ്. 50 രൂപ. ഇത്രയും സാധനം എല്ലാം കൂടെ ഏകദേശം എത്ര വരുന്നുണ്ട്? ഏകദേശം 1000 അടുപ്പിച്ച് വരുന്നു. 1800. ഇത്രയും വേറെ ഒന്നുമില്ല. 2 ഷവർമ, ഒരു പെപ്സി, വെള്ളം. ഇതാരുടെ ഇത്? കുട്ടപ്പന. കനപ്പടിച്ച് തുടങ്ങി ആശാൻ കുളിരണെന്ന് കൂട്ടി കയറി. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇവിടെ AC ആണ്. പക്ഷേ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഇച്ചിരി തണുപ്പുള്ള സ്ഥലമാണ്. ഇപ്പൊ തന്നെ ഈ ഡ്രസ്സൊക്കെ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റില്ല. വീട്ടില് മറ്റേ വള്ളി നിക്കറും ഇട്ട് നടന്നിട്ട് ഇവിടെ സ്വെറ്റ്ഷർട്ടൊക്കെ ഇട്ടിട്ട് സ്കിന്നെല്ലാം വലിയുന്നു. അറിയില്ല. ഇനി എന്തായാലും നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചു, തളർന്നിരിക്കുകയാണ്. പിന്നെ നൈറ്റ് ഇനി ഇല്ല ഫുഡ്, അതും കൂടെ ചേർത്ത് ഇപ്പം കഴിച്ചു അല്ലേ. വിശക്കാണെങ്കിൽ ഞാൻ പോയി ഒരു ഇച്ചിരി കഞ്ഞി കുടിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും കഞ്ഞി അവിടെ കിട്ടുമെന്ന്. കഞ്ഞി കിട്ടും. ഇവിടെ കഞ്ഞി കിട്ടുന്ന സ്ഥലമുണ്ട്. പക്ഷേ ഇച്ചിരി പാടുപെടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് പുറത്തിറങ്ങണം. ഇത് എന്തായാലും കഞ്ഞിയൊന്നും കുടിക്കുന്നില്ല. നമ്മളിനിപ്പോൾ നേരെ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോകും. ഹോട്ടൽ സെറ്റാണ് മീൻ എടുത്തിട്ടില്ല. നമ്മൾ 12 hours എടുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. 24 hours എടുക്കുന്നില്ല. കാര്യം രാവിലെ നമ്മൾ 7 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തായാലും 12 hours എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി എന്തായാലും നമ്മളിനി താഴെ പോയി ഒരു 1.5 hour നമ്മൾ അവിടെ പോയി നല്ലപോലെ വായി നോക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അടുത്ത പരിപാടി അല്ലേ. കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം കളിക്കാനുള്ള പ്ലാനാണ് സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ ഒരു പെപ്സിയുടെ ഒരു ക്യാൻ മേടിച്ചു. ക്യാനല്ല, ഒരു പേപ്പർ ഗ്ലാസ് പോലത്തെ സാധനം. ഇത് നമ്മൾ കളയുന്നില്ല. ഇതിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. അതുപോലെ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചതും കളഞ്ഞില്ല. അതിനകത്ത് താഴെ വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. അതിൽ വെള്ളം പിടിക്കാനുള്ള പ്ലാനാണ്. എല്ലാം ബുദ്ധിപരമായിട്ടുള്ള കളികൾ മാത്രം. ഇനി ബിഗ് ബോസിനകത്ത് എയർപോർട്ട് ഭയങ്കര ക്ലീനായിട്ട് അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓഫ് കോഴ്സ് ഈ പറഞ്ഞ നമ്മുടെ രാജ്യം മാറി വേറെ രാജ്യത്തിലോട്ട് വരുമ്പോഴൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ എയർപോർട്ടും അടിപൊളിയാണ്. നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടും കൊച്ചിൻ എയർപോർട്ടൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇത് എൻ്റർലി അടിപൊളിയാണ്. ഇത് പഴയത്, പുതിയതൊന്നും ഇല്ലേ? കൈയുണ്ടടേ, ഇതായിരിക്കണടേ. ഇത് നിന്റെ കൈയല്ലേടേ. ഇത് ഇവിടെ ഒരു പണിയില്ലാതിരിക്കുന്നതുകൊണ്ടുള്ള പരിപാടിയാ.
വലിയൊരു ഫുട്ബോൾ കണ്ടോ. ഓഹോ, വീട്ടിൽ കൊണ്ടുപോവാം. എവിടെ? കാനഡയിൽ. ഫുൾ പ്ലാന്റ് ആണ്. ഒട്ടകം. ഒട്ടകം തന്നെ. ഒട്ടകത്തിന്റെ സ്റ്റാച്ചു. കണ്ണും മൂക്കൊന്നുമില്ല. കൊള്ളാല്ലേ? വലിയ ഒട്ടകം അല്ലേ? മറിച്ച് പോട്ടരപ്പെടാവോ? റൂം കീ പിടിച്ചോ. അപ്പം റൂമായിട്ടുണ്ട്. ഇനി പോയൊന്ന് ഫ്രഷ് ആവുക. നടുവ് നിവർന്നൊന്ന് കിടക്കണം. നടുവ് നിറത്ത് കിടക്കണ്ട. നമുക്ക് എന്തായാലും ലഗേജ് ഒക്കെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പുറത്ത് വരാം. അമ്മു എസ്കലേറ്ററിൽ കയറി വന്നിട്ട് അമ്മുവിന്റെ സംഭവം കുരുക്കിച്ചു. എന്റെ എല്ലാം കൂടെ പിടിച്ച് നിർത്തുമെന്ന് വിചാരിച്ചു. എന്നെ ഇവിടെ പിടിച്ച് കെട്ടി വെക്കുമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പ രംഗത്തിറങ്ങി. അബുദാബി എയർപോർട്ടിൽ റൂം എടുത്ത്. അതാണ് വലിയ കാര്യം. ഇതൊരു സ്വപ്നമാണോ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ആക്ച്വലി നമ്മളിപ്പോ അബുദാബി എയർപോർട്ടിൽ നിൽക്കുകയാണ്. അവിടെ ഹോട്ടൽ റൂം എടുത്തു. ഈ മാഡം ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ നിന്റെ ഏരിയ ആദ്യമേ കയറി കണ്ടല്ലേ അമ്മു? ഓക്കേ, സോ ദിസ് ഈസ് അവർ റൂം. 22,000 രൂപയാണ് ഫോർ 12 hours അല്ലേ? 22,000 രൂപ. കോംപ്ലിമെന്റ് ആയിട്ട് ടീ കോഫി ആൻഡ് 3 ബോട്ടിൽ വെള്ളം. ഒരു TV ഉണ്ട്. ഒരു ബിസിനസ് ക്ലാസ് റൂം പോലെയുണ്ട്. വലിയൊരു ആഡംബരമൊന്നുമല്ല, ഒരു സിമ്പിൾ ആയിട്ടുള്ള. ബ്രഷൊക്കെ ഉണ്ട്. ബ്രഷ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, എന്തോടാ ഇത്? ഡക്ക. ബട്ടർഫ്ലൈ 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 വേർ ആർ യു ഗോയിങ്, വേർ ആർ യു ഗോയിങ്. അങ്ങനെ നമ്മളിതാ ഒന്ന് ഫ്രഷായി. ഞാനൊന്ന് കുളിച്ചേ. എത്ര തണുപ്പിലും കുളിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അതെ, അമ്മു. ഞാൻ കുളിച്ചത് കണ്ടിട്ട് അമ്മുവിനും കുളിക്കണമെന്ന് തോന്നി. അങ്ങനെ അമ്മുവും കുളിച്ചു. അങ്ങനെ സെറ്റ്. കൂട്ടത്തിൽ കുളിക്കാത്തതായിട്ട് അങ്ങനെ സ്മെല്ല് അടിക്കുന്നുണ്ട്. അതെ അതെ. എനിവേ ഞാനും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രഷ്. അതെ അതെ, ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതാ നമ്മുടെ എയർപോർട്ടിലേക്ക് ഒന്ന് നടക്കാം എന്ന് വിചാരിച്ചിറങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാം. വലിയ ലിഫ്റ്റ് അല്ലേ? ഇത്രയും വലിയ ലിഫ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? നമ്മുടെ ലോഞ്ച്, ഇത് ഹോട്ടലിന്റെ റിസപ്ഷൻ. ലോഞ്ച് അങ്ങോട്ടാണ്, സ്ട്രെയിറ്റ് പോകുന്ന ലോഞ്ച്. അപ്പോൾ എനിവേ നമ്മൾ എന്തായാലും ഒന്നും കൂടെ ഒന്ന് അബുദാബി എയർപോർട്ട് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയിരിക്കുവാണ്. നമ്മൾ ലൈറ്റായിട്ടൊരു ഡിന്നർ കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. യെസ്. അപ്പോൾ എന്താ പറയുക, അമ്മു ഹാപ്പിയാണോ? ഹാപ്പി അല്ല, അമ്മു ഹാപ്പി അല്ല. അതുകൊണ്ട് അമ്മുവിനെ ഇവിടെ ആക്കിയിട്ട് നമ്മൾ പോവാൻ പോവാണ്. ഏകദേശം 6 മാസം ആയിട്ടേ ഉള്ളൂ ഈ നമ്മുടെ എയർപോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ എന്താ പറയുക, ഗ്രാജുവലി അവർ സെറ്റാക്കി കൊണ്ടുവരുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ആളിച്ചിരി കുറവാണ്. ഇവിടെ ട്രാൻസിറ്റ് ആൾക്കാരാണ് കൂടുതൽ
വന്നു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയായല്ലേ ഇപ്പം? ഭയങ്കര ഭംഗിയും ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ബീമൊക്കെ ഉള്ള ഒരു മോള് പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ്സ് ഗിഫ്റ്റ്സ് ഫൈൻ ഫുഡ്സിന്റെ ഷോപ്പാണ്. അടിപൊളി ഡിസ്പ്ലേ ആണ്, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അബുദാബി എയർപോർട്ടിൽ ഒരു 85% മലയാളികളാണ് എന്നാണ് എനിക്ക് തോന്നുന്നതെങ്കിൽ. ശരിക്കും മലയാളി സ്റ്റാഫാണ് നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറിയത് ഇപ്പോൾ എല്ലായിടത്തും മലയാളീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മലയാളീസ് കൂടുതൽ ഉള്ളതുകൊണ്ടായിരിക്കാം മലയാളി സ്റ്റാഫിനെയും ആക്കിയത് എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? എല്ലാ സ്ഥലങ്ങളിലും പ്രെയർ റൂമൊക്കെ ഉണ്ട്. ഒരു ചോക്ലേറ്റിൻ്റെ ഷോപ്പാണ്. മക്ഡൊണാൾഡ്സ്. ഇവിടെ എന്തുണ്ട് കഴിക്കാൻ? വലിയ കുഴപ്പമില്ല, ചെറുതാണ്. 14 രൂപയല്ലോ. ഗ്രാൻഡ് ചിക്കൻ ബർഗർ. നല്ല രാജേഷേൻ്റെ കടയിൽ നിന്ന് നല്ല ദോശയും ചമ്മന്തിയും സാമ്പാറൊക്കെ കഴിക്കാൻ തോന്നുന്നു. നല്ല രസത്തോടെ. ഒരു ദിവസമേ ആയോളൂ. എങ്ങനെയാണ് ഇനി എങ്ങനെയാവും ഒന്നും അറിയില്ല. ഇനി എന്തായാലും നമുക്കുണ്ടാക്കാൻ അറിയാമല്ലോ, നമുക്കുണ്ടാക്കാം. പക്ഷേ ഇനി കുറച്ച് ദിവസത്തേക്ക് നമുക്കതൊക്കെ ഒന്ന് സെറ്റായി വരാൻ സമയമെടുക്കും. നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ താഴെ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. പക്ഷേ നമ്മളിവിടെ നിന്ന് കഴിക്കുന്നില്ല. പ്ലെയിൻ ദോശ ഉണ്ട് 41 ദറംസ്, മസാല ദോശ 44 ദറം, മൈസൂർ മസാല ദോശ 45, അങ്ങനെ ചിക്കൻ ടിക്ക മസാല ദോശ 49, അങ്ങനെയൊക്കെയുള്ള റേറ്റേ ഉള്ളൂ. കുഴപ്പമില്ലാത്ത സംഭവമാണ്. വയറൊക്കെ ഇച്ചിരി ബർഗറും ലൈറ്റ് കുറച്ചായിട്ട് എന്തൊക്കെയോ കഴിച്ചു. പക്ഷെ വയറൊക്കെ ബുമ്മനെ നിൽപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും ട്രൈ ചെയ്യുന്നില്ല, രാവിലെ പോകാനുള്ളതായതുകൊണ്ട്. ഇച്ചിരി നല്ല നാടൻ പഴം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ 50 ദിർഹം ആയിരുന്നെങ്കിൽ ഞാൻ വാങ്ങിയത്. പക്ഷേ ഇല്ല, കിട്ടിയില്ല. അപ്പോൾ എനിവേ എന്തായാലും നമ്മൾ ഉറങ്ങാൻ പോകുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിരിക്കുവാണ്. അങ്ങനെ നൂനു ആമും ഫ്ലാറ്റ്. അപ്പം ഞാൻ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്താ പറയാൻ, അപ്പോൾ നാളെ രാവിലെ ഇവിടുന്ന് ടൊറൻഡോ. അപ്പോൾ ടൊറൻഡോ വിശേഷങ്ങളും നാളത്തെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന യാത്രയൊക്കെയുള്ള വീഡിയോ ആണ് നാളെ ഉള്ളത്. എനിവേ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.